ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ. പ്രണാമം. ഹരേ കൃഷ്ണ. പ്രണാമ ഹരേ കൃഷ്ണ. ഓം ജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗതാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോൻ ശ്രീയുതപദകമലം ശ്രീഗുരോൻ വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിത ശ്രീവിശാഖാംനിതാംശ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിനിധി നാമിനെ നമാചാര്യപാദായ നിധായ കൃപാപ്രദായിനെ ഗൗരഗദാദാമദായ നഗരഗ്രാമതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ നാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. പ്രണാമം ഭാഗവതാ ദേവാ ജയ ജയ ഭാഗവതാ. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവതാ. ദേവാ ജയ ജയ ഭാഗവതാ. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുക. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീഗുരും ദീനതാരിണം.
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മദേകബന്ധോ മത്സംഖ്യൻ മദ്ഗുരോ മന്മഹാദന നിഷ്ഠാരക മദ്ഭാഗ്യ മദാനന്ദ നമോസ്തുതേ. ഹരേ കൃഷ്ണ. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ മന്ദിർ ഭാഗവതം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് കാൻഡോ 1 ചാപ്റ്റർ 5 ശ്ലോകം 30 അല്ലേ? ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 30. ജ്ഞാനം ഗുഹ്യതമം യത്തത് സാക്ഷാൽ ഭഗവതോദിതം അന്വവോചാൻ ഗമിഷ്യന്ത കൃപയാ ദീനവത്സലാഃ. ജ്ഞാനം ഗുഹ്യതമം യത്തത് സാക്ഷാൽ ഭഗവതോദിതം അന്വവോചൻ ഗമിഷ്യന്ത കൃപയാ ദീനവത്സലാഃ. ഹരേ കൃഷ്ണ. നല്ല ശ്ലോകം. ഹരേ കൃഷ്ണ. നമുക്ക് വാക്കർത്ഥം ഒന്ന് നോക്കാം. ജ്ഞാനം ഗുഹ്യതമം അതീവ രഹസ്യമായ അതീവ രഹസ്യം. ഗുഹ്യം എന്ന് വെച്ചാൽ രഹസ്യം, ഗുഹ്യതമം അതീവ രഹസ്യമായ. യത് എന്താകുന്നു, യത് പിന്നെ ആ സാക്ഷാൽ പ്രത്യക്ഷമായി. ഭാഗവത ഉദിത സ്വയം സ്വയം ഭഗവാനാൽ നിർദ്ദേശിക്കപ്പെട്ട അഥവാ പ്രതിപാദിക്കപ്പെട്ട അല്ലെങ്കിൽ അരുളി ചെയ്യപ്പെട്ട. ഭാഗവത ഉദിത ഭഗവാനാൽ അരുളി ചെയ്യപ്പെട്ട. അന്വവോചത് നിർദ്ദേശം നൽകി. ഗമീഷ്യന്ത എന്ന വേളയിൽ. കൃപയാ ഹൈതുകമായ കൃപയാൽ. ദീനവത്സല ദരിദ്രരിലും സൗമ്യശീലരിലും അതീവ ദയാലുത്വമുള്ളവർ. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം ശ്രീല പ്രഭുപാദിക്ക് ജയ്. നമുക്ക് നോക്കാം. വിനീത ഹൃദയരായ ആത്മാക്കളിൽ അതീവ കൃപയുള്ള ആ ഭക്തി വേദാന്തികൾ പ്രയാണം ആരംഭിക്കുന്ന വേളയിൽ പരമദിവ്യോത്തമ പുരുഷനാൽ നിർദ്ദേശിക്കപ്പെട്ട അതീവ രഹസ്യമായ വിഷയത്തെ എനിക്ക് ഉപദേശിച്ചു. നമ്മൾ എവിടെ ഇപ്പൊ ഈ ശ്ലോകം ആരാണ് ഈ വേദാന്തികൾ? ഭക്തി വേദാന്തികൾ എന്ന് പറയുന്ന ആരാണ്? കേട്ടില്ല. മുനിമാർ. ഹരേ കൃഷ്ണ. അതായത് ചാതുർവേദ ഇതിന് വന്ന മുനിമാര്. മുനിമാര് എവിടെയാണ് താമസിച്ചിരുന്നത്? അവിടെ താമസിച്ചിരുന്നപ്പോൾ അവർക്ക് ഭക്ഷണം പാകം ചെയ്യുന്നത് നാരദന്റെ അമ്മയായിരുന്നു അല്ലെ. അങ്ങനെ ഭഗവാനിൽ അനുരക്തനായി അവരുടെ ഉച്ഛിഷ്ടം ഭുജിക്കാനായിട്ട് അനുഗ്രഹം കിട്ടിയ നാരദൻ, അദ്ദേഹത്തിന് അപ്പ എത്ര വയസ്സായിരുന്നു? 5 വയസ്സ്. 5 വയസ്സുള്ള ആ കുട്ടിക്ക് ഭഗവാനിൽ അങ്ങോട്ട് അനുരക്തനായി. അത്രയും ആസക്തി ഉണ്ടായി ഭഗവാനില്. അപ്പൊ ഭഗവാനിൽ അനുരക്തനായിട്ട് ഭഗവാൻ അല്ലാതെ ഈ ലോകത്തിൽ ആരുമില്ല എന്ന ആ അറിവ് കിട്ടിയപ്പോൾ അദ്ദേഹം എന്തായി? ആ കുട്ടി എന്തായി? വിനയാന്വിതനായി. അങ്ങനെ നമ്മൾക്കും ഭഗവാൻ തന്നെയാണ് ഈ ലോകം മുഴുവൻ. എല്ലാവരിലും ഭഗവാൻ അടങ്ങിയിരിക്കുന്നു, കുടികൊള്ളുന്നു. പരമാത്മാവായിട്ട് എല്ലാവരുടെ ഹൃദയത്തിലും ഭഗവാനുണ്ട് എന്നൊരു ചിന്ത വരുമ്പോൾ നമുക്ക് ആരോടും ഒരു ദേഷ്യം തോന്നില്ല, അസൂയ തോന്നില്ല. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടല്ലേ അവർക്ക് അങ്ങനെ ഒരു കഴിവ് കിട്ടിയത്. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുക അല്ലെ. അല്ലാതെ ഇതൊന്നും നമ്മുടെ കഴിവല്ല എന്നുള്ളൊരു ചിന്ത നമുക്ക് വരും. അപ്പോൾ വിനയാന്വിതരാകും. അപ്പൊ ഭഗവാന്റെ കാരുണ്യത്താലെ ഭഗവത് കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടായപ്പോളെ അതില് അവർക്ക് വാത്സല്യം തോന്നി. ഈ കുട്ടിയിൽ ഭയങ്കരമായിട്ട് വാത്സല്യം തോന്നി. അപ്പൊ ആ യോഗികൾ എന്ത് ചെയ്തു? ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കുന്ന പോലെ ആത്മീയ ജ്ഞാനം അവർ ഉപദേശിച്ചു കൊടുത്തു. അതാണ് പറയണത്. വിനീത ഹൃദയരായ ആത്മാക്കളിൽ നമ്മൾ അങ്ങനെ വിനീത ഹൃദയരാകണം. നമ്മളിൽ നിന്ന്
ആ ദേഷ്യവും അസൂയയും കുശുമ്പൊക്കെ ഒന്ന് കുറച്ച് മാറ്റി വെക്കണം. അങ്ങനെ വിനീത ഹൃദയരായ ആത്മാക്കളായി തീർന്നാല് അതീവ കൃപയുള്ള ആ ഭക്തി വേദാന്തികൾ, ഭഗവാൻ തന്നെ പറഞ്ഞയക്കും ആരെങ്കിലും ഗുരുവിന്റെ രൂപത്തിൽ, അല്ലെ? അപ്പോ ആ ഭക്തി വേദാന്തികൾ ആ ചാതുർമാസ്യ വ്രതം ആചരിക്കാൻ വന്ന ആ ഗുരുക്കന്മാരെ എന്ത് ചെയ്തു? പ്രയാണം ആരംഭിക്കുന്ന വേളയില്, തിരിച്ചു പോകുന്ന ആ സമയത്ത് ഈ കുട്ടിക്ക് അവരെ വിട്ട് നിൽക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ല. പക്ഷെ ആരാണ് അവർ ബന്ധനായിട്ടുണ്ടായിരുന്നത്? അമ്മ തന്നെ. അമ്മയ്ക്ക് ഈ മകൻ മാത്രം ഉണ്ടായുള്ളൂ. പലയിടത്തും ദാസ്യവേല ചെയ്ത് കഷ്ടപ്പെട്ടിട്ടാണ് ആ മകനെ പ്രതി മാത്രം, വേറൊന്നും ഒരു ചിന്തയില്ല അമ്മയ്ക്ക്. ഒരു വിറക് കൊള്ളി പോലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതില്. അങ്ങനെ നിന്നിട്ട് അമ്മ ഈ മകനെ പറ്റി മാത്രം. അപ്പൊ അതുകൊണ്ട് മകന് അതിൻ്റെതായ ഒരു ധർമ്മമുണ്ട്. അപ്പൊ അവരെ കൂടി തിരിച്ച് ഒറ്റയ്ക്ക് പോകാനായിട്ട് സാധിക്കില്ല. അപ്പൊ എന്ത് ചെയ്തു? പ്രയാണം ആരംഭിക്കുന്ന വേളയിൽ അവര് തിരിച്ചു പോകുന്ന സമയത്ത് അവർക്ക് മനസ്സിലായി ഈ കുട്ടിക്ക് അത്രയും ഭഗവാനിൽ ആസക്തി വന്നു കഴിഞ്ഞു എന്ന് മനസ്സിലായി. പരമദിവ്യോത്തമ പുരുഷനാൽ നിർദ്ദേശിക്കപ്പെട്ട ഭഗവാൻ തന്നെ അവർക്ക്, അവരുടെ മനസ്സിൽ ചൈത്യഗുരുവായിട്ട് ഭഗവാൻ ഇരിക്കുന്നുണ്ട്. ആ ഭഗവാൻ തന്നെ അതീവ രഹസ്യമായ വിഷയത്തെ എനിക്ക് ഉപദേശിച്ചു. എനിക്ക് എന്ന് പറയുന്നത് ആരാണ്? നാരദൻ. ആ കുട്ടിക്ക് ഉപദേശിച്ചു കൊടുത്തു. അതാണ് പറയണത് അതീവ രഹസ്യം. നമ്മൾ പറഞ്ഞു ഗുഹ്യതമം. ആ ഗുഹ്യതമമായ അറിവ് ആ കുട്ടിക്ക് ഭഗവാൻ തന്നെ പറഞ്ഞിട്ട് ആ മുനിമാരാൽ ആ കുട്ടിക്ക് ലഭിച്ചു. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഭഗവാന്റെ നിർദ്ദേശങ്ങൾ യഥാരൂപം ഒരു ഭക്തി വേദാന്തി അനുവർത്തികൾക്ക് ഉപദേശിക്കുന്നു. ഭഗവാന്റെ നിർദ്ദേശങ്ങളെ യഥാരൂപം ഒരു ഭക്തി വേദാന്തി അനുവർത്തികൾക്ക്, ശിഷ്യന്മാർക്ക് ഉപദേശിക്കുന്നു. പരമദിവ്യോത്തമ പുരുഷൻ ഭഗവത്ഗീതയിലും മറ്റെല്ലാ ധർമ്മശാസ്ത്രങ്ങളിലും ഭഗവാനെ മാത്രമേ ജനങ്ങൾ പിന്തുടരാവൂ എന്ന് സ്പഷ്ടമായി നിർദ്ദേശിച്ചിരിക്കുന്നു. നമ്മൾ ആരെയാണ് പിന്തുടരേണ്ടത്? ഭഗവാനെ, അല്ലെങ്കിൽ ഭഗവാൻ അയച്ചു തരുന്ന ഗുരുവിനെ, ആ പരമ്പരയിലുള്ളവരെ മാത്രമാണ് നമ്മൾ പിന്തുടരേണ്ടത്. സർവ്വതിൻ്റെയും സ്രഷ്ടാവും സംരക്ഷകനും സർവനാശകനും ഭഗവാനാകുന്നു. ഇത് വരണ ഒരു ശ്ലോകം ഏറ്റുവാദ്യം, അല്ലെ? സൃഷ്ടി സ്ഥിതി സംഹാരം എല്ലാം ഭഗവാൻ തന്നെയാണ്, അതല്ലേ? സമ്പൂർണ്ണ വിശ്വ സൃഷ്ടി, പിന്നെ സംരക്ഷകൻ, അത് നിലനിർത്തി പോരുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? അതെല്ലാം അവസാനിക്കുമ്പോൾ അതിനെ നാശിപ്പിക്കുകയും ചെയ്യുന്നു. സർവനാശകനും ഭഗവാനാകുന്നു. സമ്പൂർണ്ണ വിശ്വ സൃഷ്ടിയും ഭഗവത് ഇച്ഛയാലാണ് നിലനിൽക്കുന്നത്. വിശ്വത്തിലുള്ള എല്ലാ സൃഷ്ടികളും ഭഗവാന്റെ ഇച്ഛ, അതാണ് ഭഗവത് ഇച്ഛ, ഭഗവാന്റെ ഇച്ഛയാലാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല ഭഗവാന്റെ ഇച്ഛയാൽ എപ്പോൾ ഈ സമ്പൂർണ്ണ ദൃശ്യവും പരിസമാപ്തമാകുന്നുവോ, എല്ലാം അവസാനിക്കുമ്പോഴും അതെവിടേക്ക് പോണു? അപ്പോഴും ഭഗവാനുണ്ട്. ഭഗവാൻ എവിടെയാ കൊടിയുള്ളത്? ശാശ്വത ധാമമായ ധാമത്തിലെ സർവ പരിച്ഛേദങ്ങളോടും കൂടി എല്ലാ ഭഗവാന്റെ അംശ അവതാരങ്ങളും എല്ലാ അവതാരങ്ങളോടും കൂടി ഭഗവാന്റെ ശാശ്വത ധാമത്തിൽ സ്ഥിതി ചെയ്യുന്നു. സൃഷ്ടിക്ക് മുമ്പും ഭഗവാൻ ഉണ്ടായിരുന്നു. ഭഗവാൻ അദ്ദേഹത്തിന്റെ ധാമത്തിൽ പരിസേവിതനായി നിലകൊണ്ടിരുന്നു എന്ന് മാത്രമല്ല, സർവനാശത്തിന് ശേഷവും പ്രളയം വന്ന് എല്ലാം ബ്രഹ്മാവിന്റെ ഒരു ദിവസം തീർന്ന്, അല്ലെന്നുണ്ടെങ്കിൽ ബ്രഹ്മാവിന്റെ കാലയളവ് തീർന്നാലും ആ സർവനാശത്തിന് ശേഷവും, അല്ലെ, സംഹാരത്തിന് ശേഷവും ഭഗവാൻ തുടർന്നും അപ്രകാരം തന്നെ നിലകൊള്ളും. ഇപ്പൊ ഇതൊക്കെ നമ്മൾ ഒറ്റയ്ക്കാണ് വായിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര വേഗാണ്ട് പിടിയിട്ടില്ല, അല്ലെ? നമ്മൾ ഒരുമിച്ച് ചർച്ച ചെയ്തുകൊണ്ട് വായിക്കുമ്പോൾ വേഗം മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വായിച്ചു പോകും. എന്തൊക്കെയാണ് ഇത്ര വലിയ കടിച്ചാ പൊട്ടാത്ത വാക്കുകൾ എന്ന് വിചാരിച്ച് അങ്ങനെ വായിച്ചു പോകും, ഇല്ലേ? നിങ്ങൾക്കും തോന്നാറില്ലേ? ഒറ്റയ്ക്ക് വായിക്കുമ്പോള് ഇത്ര അധികം ഉള്ളിൽ ഇതിന്റെ അർത്ഥങ്ങൾ ഉണ്ടെന്ന് എനിക്കും മനസ്സിലാവില്ല. അതേസമയം നിങ്ങൾക്ക് വേണ്ടി ഇത് വായിച്ചു തരുമ്പോള് ഇങ്ങനെയൊക്കെയാണ്, അല്ലെ? സൃഷ്ടി സ്ഥിതി സംഹാരം അതൊക്കെ കഴിഞ്ഞിട്ട് എന്നാലും ഭഗവാൻ അവിടെ ഉണ്ട്. ഭഗവാൻ എന്ത് ചെയ്യും? ഇത് കഴിഞ്ഞാലും അദ്ദേഹം അതീന്ദ്രിയനാണ്. വളരെ വളരെ പണ്ട് അർജുനന് ഉപദേശം പകർന്നു നൽകിയെന്ന് ഭഗവാൻ പറയുന്നു. അതും അതേ ഉപദേശം പിന്നെ ആർക്ക് അതിനു മുമ്പ് ഉപദേശിച്ചിരുന്നു? സൂര്യദേവനെ നിർദ്ദേശിച്ചു എന്നും
കാലക്രമത്തിൽ അത് തെറ്റായി കൈകാര്യം ചെയ്തപ്പോൾ ശരിയായിട്ടുള്ള രാജർഷിമാരും മുനിമാരും ശ്രേഷ്ഠന്മാരും ഒന്നും ഇല്ലാതായപ്പോൾ അത് നശിച്ചുപോയി. അപ്പം നഷ്ടപ്പെടുകയും ചെയ്തതായും ഭഗവാന്റെ ഉത്തമ സുഹൃത്തും ശ്രേഷ്ഠ ഭക്തനുമാകയാൽ. ആരായിരുന്നു? ആരെ പറ്റിയാണ് അത് പറയുന്നത്? ഉത്തമ സുഹൃത്താണ്, ശ്രേഷ്ഠ ഭക്തനുമാകയാൽ അർജുനനെ വീണ്ടും ഉപദേശിച്ചതായും ഭഗവത്ഗീതയിൽ ഭഗവാൻ അരുളി ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഭഗവത്ഗീത ഏതാണ്ട് അരച്ച് കുടിച്ചിരിക്കണ മട്ടിലാണ്. അപ്പൊ ഇതൊന്നും പറഞ്ഞാലൊന്നും അവർക്ക് പെട്ടെന്ന് മനസ്സിലായിക്കോളും. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ ഭഗവത്ഗീതയിൽ ഇത് പറഞ്ഞു കൊടുത്തു. അവർക്ക് ഭഗവാന്റെ ഉറ്റ സുഹൃത്തും ഭക്തനുമായ അർജുനന് പറഞ്ഞു കൊടുത്തു. ആകയാൽ ഭഗവത് ഉപദേശം ഭക്തർക്കല്ലാതെ മറ്റാർക്കും ഗ്രഹിക്കാൻ സാധ്യമല്ല. ഭഗവാന്റെ അതീന്ദ്രിയ സ്വരൂപത്തെക്കുറിച്ച് യാതൊരു ജ്ഞാനവുമില്ലാത്ത അമൂർത്തകവാദികൾക്ക്, അമൂർത്തകവാദികൾ എന്ന് പറയാൻ എന്താ കാരണം? ഭഗവാൻ ഒരു രൂപമില്ല എന്ന് വിശ്വസിക്കുന്നവരെയാണ് അമൂർത്തകവാദി. ഇത് വലിയ ബുദ്ധിമുട്ടുള്ള വാക്കൊന്നല്ല, നമ്മൾക്കത് മനസ്സിലാക്കി വായിക്കുമ്പോൾ എളുപ്പമായിട്ട് വരും. അമൂർത്തകവാദികൾക്ക് ഭഗവാന്റെ അതീവ രഹസ്യമായ അതീന്ദ്രിയ സന്ദേശത്തെ മനസ്സിലാക്കാൻ സാധ്യമല്ല. അവർക്ക് എന്ത് പറഞ്ഞാലും ഇതൊക്കെ എത്ര വിശദീകരിച്ചാലും മനസ്സിലാകാത്തവര് ആ ഗ്രൂപ്പിൽ പെട്ടവരായിരിക്കും. അതീവ രഹസ്യം എന്ന അഭിവ്യഞ്ജനം ഇവിടെ പ്രാധാന്യം അർഹിക്കുന്നു. ഏതായിരുന്നു ആ വാക്ക്? ഗുഹ്യതമം. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ പ്രാധാന്യം അർഹിക്കുന്നത് എന്തെന്നാൽ ഭക്തിയുത സേവനം എന്ന വിജ്ഞാനം നിർവ്യക്തിക വിജ്ഞാനത്തിന് അതീതമാണ്. നമ്മൾക്കുള്ള ഈ വ്യക്തിക നിർവ്യക്തിക ഭഗവാൻ ഒരു വ്യക്തിയല്ല എന്ന് പറഞ്ഞുള്ള അറിവ് കാണിക്കുന്നതിനേക്കാളും അതീതമാണ്. ജ്ഞാനം എന്നാൽ സാമാന്യ വിജ്ഞാനം അഥവാ വിജ്ഞാനത്തിന്റെ ഏതെങ്കിലും ഒരു വിഭാഗം എന്നർത്ഥം. ഈ ജ്ഞാനം നിർവ്യക്തിയ ബ്രഹ്മം വരെ വികാസം പ്രാപിക്കുകയുള്ളൂ. അതിനുപരിയായി എപ്പോൾ അതിനെ ഭാഗികമായി ഭക്തിയുമായി കൂട്ടിക്കലർത്തുന്നുവോ അപ്പോഴാണ് അത്തരം ജ്ഞാനം പരമാത്മാവ് അഥവാ സർവവ്യാപിയായ ഭഗവാൻ വരെ പുഷ്ടിപ്പെടുത്തുന്നു. നമ്മൾ കുറെ ഡിഗ്രി ഒന്നും സമ്പാദിച്ചതുകൊണ്ടൊന്നും ജ്ഞാനം പൂർണ്ണമാവില്ല. ഭഗവാനെ കുറിച്ച് അറിയാൻ സാധിക്കണം. അപ്പോഴാണ് ആ ജ്ഞാനം പരമാത്മാവ് അഥവാ സർവവ്യാപിയായ ഭഗവാൻ വരെ അതിനെ പുഷ്ടിപ്പെടുത്തി നമ്മൾക്ക് അറിയാനുള്ള ഒരു ജ്ഞാനം തനിയെ തരും, അല്ലെ? അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കണ എത്രയോ പ്രായമായവരായാലും എന്തായാലും ഭഗവാനെ പറ്റി പറയുമ്പോൾ എത്ര വേഗമാണ് അവർക്ക് മനസ്സിലാവണത്. അതേസമയം സയൻസും ഇംഗ്ലീഷും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിച്ചു നോക്കുക, ഇതൊന്നും നമുക്ക് പറ്റിയതല്ല, ഞങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് പറയും. ഇതിപ്പോ സംസ്കൃതമാണ്, എന്നിട്ടും അത് ശ്ലോകം പറയുമ്പോഴത്തേനും ശ്രീലപ്രഭുപാദരുടെ കാരുണ്യം കൊണ്ട് നമുക്ക് അതെല്ലാം മലയാളത്തിലെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ശ്ലോകം തന്നെ വായിക്കുമ്പോ ഇപ്പൊ ഏകദേശം ഒരു പിടി കിട്ടി തുടങ്ങി, അല്ലെ? ഭഗവാൻ ഈ നിഗൂഢ ജ്ഞാനത്തെ ബ്രഹ്മദേവൻ, അർജുനൻ, ഉദ്ധവൻ തുടങ്ങിയവർക്ക് പകർന്നു നൽകി. നമ്മൾ ഭാഗവതം പഠിക്കും തോറും ഇതെല്ലാം നമ്മൾക്ക് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ എല്ലാതും അതിനോടൊരു രുചി തോന്നും നമ്മൾക്ക് പിന്നെയും പിന്നെയും. അതാണ് നിത്യം ഭാഗവത സേവയ. അത് പഠിക്കും തോറും നമ്മൾ അതിലേക്ക് സന്തോഷത്തോടുകൂടി അയ്യോ ഇന്ന് ക്ലാസ് ഇല്ലേ എന്ന് ചോദിച്ചു തുടങ്ങും. നിങ്ങൾ എന്തുകൊണ്ടാണെന്ന് ക്ലാസ് ഇല്ലാത്തതെന്ന് ഭയങ്കരമായിട്ട് തിരക്കിക്കൊണ്ടിരിക്കും, അല്ലെ? അപ്പോൾ ശ്ലോകം 31. ഓം നമോ ഭഗവതേ വാസുദേവായ യേനൈവാഹം ഭഗവതോ വാസുദേവസ്യ വേധസഃ മായാനുഭാവമവിദം യേന ഗച്ഛന്തി തത്പദം. യേനൈവാഹം ഭഗവതോ വാസുദേവസ്യ വേധസഃ മായാനുഭാവമവിദം യേന ഗച്ഛന്തി തത്പദം. നല്ല എളുപ്പമുള്ള ശ്ലോകമാണ്. വാക്കർത്ഥം നോക്കിയതിന് ശേഷം നമ്മൾക്ക് ചൊല്ലാം. യേന ഏവ നിശ്ചയമായോ അഹം ഭഗവതഃ പരമോത്തമ പുരുഷന്റെ വാസുദേവസ്യ കൃഷ്ണ ഭഗവാന്റെ വസുദേവ പുത്രരായ വാസുദേവൻ വേധസഃ സൃഷ്ടാവായ എല്ലാത്തിൻ്റെയും സൃഷ്ടി നടത്തുന്ന ലോകം മുഴുവൻ സൃഷ്ടിക്കുന്ന, നമ്മൾ വിചാരിക്കും ബ്രഹ്മാവായിരുന്നു എന്നാണ് ആദ്യത്തെ വിചാരമായിരുന്നത്. പക്ഷെ ആരുടെ കാരുണ്യം കൊണ്ടാണ്? ഭഗവാനാണത് അതിനുള്ള ഇത് കൊടുക്കണ. വേദസ പരമ സൃഷ്ടാവ്, മായ ശക്തി, അനുഭാവം
സ്വാധീനം അവിധം ഗച്ഛന്തി അവർ പോകും തത്പദം പാദാരവിന്ദങ്ങൾ. ഇവ വർത്തം നോക്കിയിട്ട് നമുക്ക് ശ്ലോകം നോക്കാം കേട്ടോ. അപ്പൊ വായിക്കുമ്പോ വേഗം മനസ്സിലാവും. ആ രഹസ്യജ്ഞാനത്താൽ, ഏത് രഹസ്യം? ഗുഹ്യതമമായ അല്ലെ അതീവ രഹസ്യമായ ഒരു ജ്ഞാനം ആ ഋഷിമാര് നാരദർക്ക് പറഞ്ഞു കൊടുത്തു. ആ രഹസ്യജ്ഞാനത്താൽ സർവ്വതിൻ്റെയും സൃഷ്ടാവും സംരക്ഷകനും സംഹാരകനുമായ, അതാണ് സൃഷ്ടി സ്ഥിതി സംഹാരം, ആ സംഹാരകനുമായ ആര്? ശ്രീകൃഷ്ണ ഭഗവാന്റെ ശക്തി പ്രഭാവത്തെ വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് നാരദർക്ക് സാധ്യമായി. അത് മനസ്സിലാക്കുന്നതിനാൽ ഭഗവത് ധാമത്തിലേക്ക് മടങ്ങിച്ചെല്ലുവാനും ഭഗവാനെ നേരിട്ട് ദർശിക്കുവാനും നാരദർക്ക് സാധിച്ചു. ആ ഒരു ജ്ഞാനം അവരിൽ നിന്ന് കിട്ടി. അപ്പൊ അത് എന്തുകൊണ്ടാണ് ആ ജ്ഞാനം നാരദർക്ക് അവർ കൊടുക്കാനായിട്ട് വിചാരിച്ചത്? അത്രയും ഭഗവാനിൽ ആസക്തി ഉണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഭഗവാൻ മാത്രം മതി എനിക്ക് എന്നുള്ളൊരു ആസക്തി ആ കൊച്ചുകുട്ടിയിൽ വന്നു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് നമ്മുടെ മനസ്സ് തന്നെ വായിക്കാൻ പറ്റുന്നവരാണ് ഗുരു, അല്ലെ? എന്തെങ്കിലും പറയുമ്പോഴത്തേനും നമ്മുടെ മനസ്സിലുള്ളത്, നമ്മളിപ്പോൾ ഇന്ന് എന്തെങ്കിലും ഒരു സംശയം അല്ലെന്നുണ്ട് എന്തെങ്കിലും വരുമ്പോൾ അന്ന് ആ ദിവസം ആരുടെയെങ്കിലും ക്ലാസ്സിൽ നിന്നത് ആ സംശയത്തിനുള്ള ഉത്തരം നമുക്ക് ലഭിക്കും. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ അതിനെ പറ്റിയായിരിക്കും അന്ന് എവിടെന്നെങ്കിലും നമ്മൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. അതായിരിക്കണം നമ്മളുടെ ലക്ഷ്യം. അപ്പം എപ്പോഴും നമ്മൾ ഭഗവാനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഭഗവാൻ തന്നെ ഒരടി മുന്നോട്ട് വയ്ക്കുമ്പോൾ 10 അടി ഭഗവാൻ നമ്മുടെ ഇതിലേക്ക് വരും. അത് ഉറപ്പിക്കേ വേണ്ടു, അല്ലെ? അപ്പം നമുക്ക് ശ്ലോകം ഒന്നും കൂടി നോക്കാം. യേനൈവാഹം ഭഗവതോ വാസുദേവസ്യ വേദസ മായാനുഭാവം അവിധം യേന ഗച്ഛന്തി തൽപദം. 2 പേർക്ക് വായിക്കാട്ടാ. നമുക്ക് നമ്മുടെ ക്ലാസ് മാത്രം ഏറ്റവും പിന്നിലാണ് കിടക്കുന്നത്. അപ്പൊ ഒന്ന് സ്പീഡപ്പ് ചെയ്ത് നമുക്ക് മുന്നിലേക്ക് പോകണം. നമ്മൾ അങ്ങനെ അങ്ങോട്ട് പിന്നിലേക്ക് പോകാൻ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് 2 ആള് വേഗം വായിച്ചോളൂ. വായിക്കട്ടെ. വായിച്ചോളൂ. പങ്കജാക്ഷി മാതാജി വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. യേന വാഹം ഭഗവതോ വാസുദേവസ്യ മേധസഃ മായാനുഭാവ അവിധം യേന ഗച്ഛന്തി തത്പദം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. അടുത്ത ആള് വായിച്ചോട്ടെ മാതാജി. വായിച്ചോളൂ. രാജേശ്വരി മാതാജി. നമോ ഭഗവതേ വാസുദേവായ. യേനൈവാഹം ഭഗവതോ വാസുദേവസ്യ വേദസഃ മായാനുഭാവമവിധം യേന ഗച്ഛന്തി തത്പദം. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. രാധ മാതാജിയും കൂടി വായിച്ചോ. യേനൈവാഹം ഭഗവതോ വാസുദേവസ്യ വേദസഃ മായാനുഭാവമവിധം അവിധം യേന ഗച്ഛന്തി തൽപദം. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദിക്ക് ജയ്. അതായത് ഏതൊരു ജ്ഞാനോപദേശം, അതാണ് വിവർത്തനത്തിൽ പറയുന്നത്, ആ രഹസ്യജ്ഞാനത്താൽ ഏതൊരു ജ്ഞാനോപദേശമാണോ മുനിമാരിൽ നിന്ന് ലഭിച്ചത്, അതിനാൽ മുനി ലോകസ്രഷ്ടാവായ ഭഗവാൻ വാസുദേവന്റെ മായാവൈഭവത്തെ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞു. ഇതാരാണ് ഈ ഭഗവാൻ എന്നുള്ളത് അത് മനസ്സിലാക്കി കഴിഞ്ഞു. അങ്ങനെ അറിവുകൊണ്ട് ഭഗവാന്റെ തൃപ്പാദത്തെ ഗച്ഛന്തി പ്രാപിക്കുന്നു. ആ തൃപ്പാദം പ്രാപിക്കാനായിട്ട് നാരദ മുനിക്ക് സാധിച്ചു, അല്ലെ? ഏത് ലോകത്തിൽ കൂടെ നടക്കാൻ സാധിക്കും. ഭഗവാനെ ചെന്ന് എപ്പോ വേണമെങ്കിലും കാണാനുമുള്ള ഒരു കഴിവ് ഭഗവാൻ തന്നെ കൊടുത്തു. ഭാവാർത്ഥം ശ്രീ പ്രഭുപാദിക്ക് ജയ്. ഭക്തിയുത സേവനത്താലും അതീവ രഹസ്യജ്ഞാനത്താലും വിവിധ ഭഗവത് ശക്തികൾ എപ്രകാരം വർത്തിക്കുന്നുവെന്ന് അനായാസേന മനസ്സിലാക്കാൻ കഴിയുന്നു. എങ്ങനെയൊക്കെയാണ് എല്ലാം നടക്കണ, ലോകത്ത് എന്താണ് നടക്കണേ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നാരദർക്ക് സാധിച്ചു. ഭഗവത് ശക്തിയുടെ ഒരു ഭാഗം ഭൗതിക ലോകത്തെയും ഭഗവത് ശക്തിയുടെ മറ്റേ ഭാഗം, അതായത് അധമശക്തിയും പരമശക്തിയും, അതാണ് ഈ പറയുന്നത്. ഒരു ഭാഗം ഭൗതിക ലോകം, ഈ ലോകം. പരമശക്തി ആത്മീയ ലോകത്തെയും ആവിഷ്കരിക്കുന്നു. ഉത്കൃഷ്ട ശക്തി ഉണ്ട് ഭഗവാന്, അത് ആത്മീയ ലോകത്തെയും ആവിഷ്കരിക്കുന്നു. അനന്തരം
മധ്യമശക്തി മുഖേന, ആ മധ്യമശക്തിയാണ് ജീവശക്തികള്, മുകളിൽ പ്രസ്താവിച്ച ഏതെങ്കിലും ഒരു ശക്തിയെ സേവിക്കുന്ന ജീവാത്മാവ്, ഭഗവത് ശക്തിയെ വേണമെങ്കിലും സേവിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ മറ്റൊരു മായാശക്തിയായ ഭൗതിക ലോകശക്തിയെയും നമുക്ക് സേവിക്കാം. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഭൗതിക സേവയാണ് അധികവും ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ശരിക്കും 2 തരത്തിൽ നമുക്ക് സേവ ചെയ്യാം. ഒന്നിൽ ഭഗവാനെ സേവിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഏത് നേരവും ചായ, ചോറ്, കാപ്പി, പാത്രം കഴുകുക, അങ്ങനെ ചെയ്ത് അത് മാത്രം ചെയ്ത് നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങി സീരിയലും കണ്ടങ്ങനെ ഇരുന്നാൽ നമ്മളെന്താവും? ഭൗതികതയിൽ അങ്ങോട്ട് കൂപ്പ് കുത്തി കിടക്കും, മൂക്കും കുത്തി അവിടെ കിടക്കാന്നുള്ളൂ. പിന്നെയും ജനിക്കും, മരിക്കും, പോകും, 84 ലക്ഷം യോനികളിലൂടെ തിരിച്ചു വന്ന് ഭഗവാന്റെ കാരുണ്യത്താല് ഒരു മനുഷ്യജന്മം കിട്ടിയെങ്കിലായി. അത് വേണോ? ഈ ജന്മത്തിൽ തന്നെ കുറച്ചും കൂടി ഭഗവാന്റെ അത്ര എത്തിയില്ലെങ്കിലും കുറച്ചും കൂടി നല്ലൊരു ഒരു വൈഷ്ണവന്റെ ഗൃഹത്തിലെങ്കിലും ജനിക്കാനുള്ളൊരു ഭാഗ്യമെങ്കിലും നമുക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം, അല്ലെ? അല്ലാണ്ട് അത്ര വലിയ അഹങ്കാരമൊന്നുമില്ല നമുക്ക്, എന്നാലും കുറച്ചൊരു അഹങ്കാരത്തില് വീണ്ടും അടുത്ത ജന്മത്തില് ഭഗവാന്റെ സേവ ചെയ്തുകൊണ്ട് ഫുൾ ടൈം അങ്ങനെ ഒരു സേവയിൽ വിടാനായിട്ട് ഇപ്പൊ വയസ്സായപ്പോഴാണ് ഇതിനുള്ളൊരു അവസരം ലഭിച്ചത്. ഇനി കൊച്ചുനാളിലെ കൊച്ചു ഭാഗവതനില്ലേ, നമ്മുടെ കുഞ്ഞു ഭാഗവത്, അതുപോലെ ഉള്ളൊരു ജന്മം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഭഗവാനെ സേവ ചെയ്യാം. അപ്പോൾ ഭൗതിക ശക്തി ആരാധിക്കുന്ന ജീവാത്മാക്കൾ അസ്തിത്വത്തിനും അവർക്ക് മിഥ്യയായി അവതരിപ്പിക്കപ്പെട്ട സന്തോഷത്തിനുമായി കഠിന പ്രയത്നം ചെയ്യുന്നു. ഇന്ന് നല്ലൊരു കറി വെച്ചു കൊടുത്താൽ ചിലപ്പോൾ നല്ല കറിയായിരുന്നു എന്ന് പറയും. പിറ്റേ ദിവസം ഒരു ഇത്തിരി ഉപ്പ് കൂടിയാല് എന്തോ അങ്ങനെ ചെയ്തോണ്ടിരിക്കണേന്ന് ചോദിക്കും, അല്ലെ? അതുവരെ ചെയ്തതൊക്കെ വെള്ളത്തില്. അപ്പൊ അങ്ങനെയുള്ളവരെ സേവിക്കണോ അതോ? എന്നാൽ ആത്മീയ ശക്തിയിൽ നിവൃഷ്ടരായവർ ശാശ്വത ജീവിതം, സമ്പൂർണ്ണ ജ്ഞാനം, അവിഛിന്നമായ പരമാനന്ദം എന്നിവയാൽ ഭഗവാന്റെ പ്രത്യക്ഷ സേവനത്തിൽ മുഴുകുന്നു. അപ്പൊ നമ്മൾ തന്നെ തീരുമാനിക്കുക നമുക്ക് ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളത്. അപ്പൊ ഭഗവാന്റെ സേവയില് നടക്കുക എന്ന് വെച്ച് നാളെ തുടങ്ങി ഒരു കറിയും വെക്കാണ്ട് മിണ്ടാണ്ടിരുന്ന് ബുക്ക് കൊടുത്ത് വെച്ചിരിക്കേണ്ട, ടൊക്കത്തിന് ഓടിക്കും വെട്ടിയെന്ന്. ഭഗവത്ഗീതയിൽ ഭഗവാൻ നേരിട്ട് അരുളി ചെയ്തതുപോലെ ഭൗതിക ശക്തിയുടെ സാമ്രാജ്യത്തിൽ ജീർണിക്കുന്ന സർവബദ്ധാത്മാക്കളും ഭൗതിക ലോകത്തിലെ സർവ പ്രവർത്തനങ്ങളും പരിത്യജിച്ചുകൊണ്ട് ഭഗവത് ധാമത്തിലേക്ക് മടങ്ങിച്ചെല്ലണമെന്നാണ് ഭഗവാൻ ആശിക്കുന്നത്. നമ്മുടെ പിതാവാണ്, അല്ലെ? പരംപിതാവാണ്. അപ്പൊ എല്ലാവരും പിതാവിന്റെ അടുത്ത് എത്തിച്ചേരണമെന്നാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. ജ്ഞാനത്തിന്റെ അതീവ രഹസ്യമായ ഭാഗമാണിത്. ഇതാണ് ആ ഗുഹ്യതമമായിട്ടുള്ള രഹസ്യം. അത് മാത്രമല്ല, അത്തരം ഈ വസ്തുത ശുദ്ധ ഭക്തർക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധ്യമാകുള്ളൂ. ഇപ്പോഴും നമുക്കൊരു സംശയമാണ്, ഭഗവാൻ ഉണ്ടാ, കൃഷ്ണൻ ഉണ്ടാ എന്നുള്ളൊരു സംശയം. ഇത് ഞാൻ തന്നെയല്ലേ ഇതൊക്കെ എല്ലാം ചെയ്യണം, പിന്നെ എന്തിനാ അതിൻ്റെ ഇടയിൽ ഒരു കൃഷ്ണൻ എന്നൊക്കെ വിചാരിച്ചോളൂ നമ്മള്. ഞാൻ ചെയ്തു എപ്പോഴും നമ്മൾ അങ്ങനെയാണ് അഹങ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഭഗവാൻ ഇത് ചെയ്യാനുള്ള ഒരു ഉപകരണമാക്കി എന്നെ മാറ്റി. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു ഉപകരണമാക്കി മാറ്റാണ് ചെയ്യുന്നത്. അപ്പൊ ഈ വസ്തുത ശുദ്ധ ഭക്തർക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളൂ. മാത്രവുമല്ല, അത്തരം ഭക്തർക്ക് മാത്രമേ ഭഗവത് ധാമത്തിൽ പ്രവേശിക്കാനും ഭഗവാനെ ദർശിക്കുവാനും സേവിക്കുവാനും കഴിയുകയുള്ളൂ. അനശ്വര ജ്ഞാനം, ശാശ്വത പരമാനന്ദം എന്നീ അവസ്ഥകൾ പ്രാപ്തമാക്കിയ ശ്രീനാരദൻ പ്രത്യക്ഷ ദൃഷ്ടാന്തമാണ്, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. പ്രത്യക്ഷ ദൃഷ്ടാന്തമാണ്. ശ്രീ നാരദമുനിയുടെ കാലടികളെ അനുവർത്തിക്കാൻ സമ്മതിക്കുന്ന പക്ഷം മാർഗങ്ങളും നടപടികളും ഏവർക്കും ലഭ്യമാകുന്നു. അത് നമ്മള് കാലടികളെ പിന്തുടരണം. ശ്രുതി അനുസരിച്ച് പരമപുരുഷനായ ഭഗവാന് അസംഖ്യം ശക്തികളുണ്ട്. ഇവയെക്കുറിച്ചൊക്കെ മുകളിൽ വിവരിച്ചു കഴിഞ്ഞു. ഭഗവാന് കുറേ അസംഖ്യം ശക്തികളുണ്ട്. ശ്രുതി എന്ന് വെച്ചാൽ വേദങ്ങളനുസരിച്ച് ശ്രുതി ഭഗവാൻ നേരിട്ട് ബ്രഹ്മാവിൻ്റെ മനസ്സിലേക്ക് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ടാണ് ശ്രുതി എന്ന് പറയുന്നത്. അതിന് ഭഗവാന് അസംഖ്യം ശക്തികളുണ്ട്. ഇവയെക്കുറിച്ചൊക്കെ മുകളിൽ വിവരിച്ച് കഴിഞ്ഞു. ഹരേ കൃഷ്ണ. നമ്മളെപ്പോഴും നാരദന് എന്താണ്, കുശുമ്പിന്റെ ഒരു അവതാരമായിട്ടാണ്
പണ്ട് തുടങ്ങി കേട്ടിട്ടുള്ളത് അല്ലെ. പക്ഷെ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവും ഭഗവാനെ ഇത്രയും നല്ലൊരു ഭക്തനെയാണ് നമ്മള് ഇത്ര നാളും ഒരു നാരദര് വന്നിരിക്കുന്നത് അങ്ങനെയാണ് പറയാ നമ്മള് പൊട്ടാൾക്കാരെ അല്ലെ. അങ്ങോട്ടും ഇങ്ങോട്ടും യേശുനി പറഞ്ഞ് നടത്തുന്നവരെ എന്തെന്നാ പറയാ, ഒരു നാരദര് വന്നിരിക്കണം എന്ന് പറയും അല്ലേ, പണ്ട് പറയാറില്ലേ. പക്ഷെ ഇത് ഇതെന്താണ്, നാരദ മഹർഷി എന്താ ചെയ്യണത്, ഭഗവാന്റെ ജ്ഞാനം എല്ലാവർക്കും എത്തിക്കാനായിട്ട് ഓരോരുത്തർക്ക് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഈ വഴിയിലേക്ക് നയിക്കാൻ വേണ്ടിയാണ്, ഭഗവാന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് മൂപ്പര് ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് ആൾക്കാർക്ക് നമ്മൾ ആലോചിക്കുന്നത്. ഉപമിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ മാതാജി. ആൾക്കാരെ ഉപമിക്കുന്ന നാരദനെ പോലെ ആണ് എന്ന് പറയാറില്ലേ? അതെ, ഇപ്പൊ പറഞ്ഞാലും ആയിക്കോട്ടെ, സന്തോഷമുള്ളെന്ന് അറിയാം അല്ലെ. ശരിയാണ്, നമ്മള് ഭഗവാന്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം മാത്രം. അത് നാരദര് തന്നെയാണ് നമ്മുടെ ഗുരു, അങ്ങോട്ട് ഉറപ്പിച്ചു പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ. വാഞ്ചകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമ. എത്ര വേഗമാണ് സമയം പോണത്, ഇന്ന് മനസ്സിലാവും. ഇന്ന് മനസ്സിലായില്ലേ? കൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ പതിതാനാം പാവനേഭ്യോ वैष्णवेभ्यो नमो नमः। आनंद कोटि वैष्णव भक्त वृंद की जय। श्रील प्रभुपाद की जय। गौर प्रेमानंदे श्री गुरुदेव की जय।